ഇന്ന് ഞാനും അമ്മയും കൂടി ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയ കഥയാണ്. അപ്പം കായംകുളം GDMൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അവിടുത്തെ വെഡ്ഡിംഗ് ഹാളിലെ മേളിലും സദ്യ ഹാളിൽ താഴെ. അപ്പം വെഡ്ഡിംഗ് ഹാളിലോട്ട് പോകുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ സദ്യ ഹാളിലായിരുന്നു. അപ്പം മേളിൽ ചെന്ന് കുറച്ച് സമയം അവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഹൽദിയുടെ വീഡിയോ ഒക്കെ കണ്ടവിടെയായിരുന്നു. അപ്പോഴേക്കും ബ്രൈഡും ഗ്രൂമും എത്തി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അപ്കമിങ് ബ്രൈഡും അതുപോലെ ബ്രൈഡ് മെയ്ഡ്സും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവരിവിടെ ശ്രദ്ധിക്കാണ്ട് പോയൊരു കുഞ്ഞു കാര്യം, പക്ഷെ അത് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു കുഞ്ഞു മിസ്റ്റേക്കായിരുന്നു. ഈ എൻട്രി കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനമില്ലേ, അത് ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈൽ മൊത്തം കുളമാക്കണം. ഹെയർ മൊത്തം കുരുങ്ങി കുറേ സമയം എടുത്തിട്ട് അവരത് മാറ്റാനൊക്കെ നോക്കി. പിന്നെ ഈ ചേട്ടന്മാർ മാക്സിമം പൊക്കി നോക്കി, എന്നിട്ടും തല കുളമാവുന്ന ഒരവസ്ഥ വരെ എത്തി. പിന്നെ ആ ചേച്ചി പുറത്തിറങ്ങി എന്നിട്ടാണ് പോയത്. പക്ഷെ ആൾ കൂളായിട്ട് ചിരിച്ച് ഹാൻഡിൽ ചെയ്തു. ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ അപ്പോഴേ സ്ട്രെസ്സായി, എൻ്റെ ചിരിയൊക്കെ പോയി, ഇങ്ങനെ ടെൻഷനായി നിന്നേനെ. പക്ഷെ ആളത് ചിരിച്ച് ഹാൻഡിൽ ചെയ്ത്. എന്നാലും ഇനി അങ്ങോട്ടുള്ള ബ്രൈഡ്സോ ബ്രൈഡ് മെയ്ഡ്സോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോലെ. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇടി കൊള്ളാണ്ട് ഒരു സദ്യ കഴിക്കുമ്പോഴേ ഇതുപോലെ ആൾക്കാർ കയറി വരുന്നു, ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി ഇരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അങ്ങനെ പരിപ്പും പപ്പടവും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പായസം വന്ന്. പിന്നെ ഞാൻ പായസം കഴിക്കാത്തതുകൊണ്ട് അമ്മ പായസം കഴിച്ച് ബോളിയും പാൽപ്പായസം ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത് കഴിച്ചപ്പോഴത്തേക്കും എനിക്കിഷ്ടമുള്ള പുളിശ്ശേരിയും ചോറും വന്നു. അപ്പോൾ ഞാൻ പുളിശ്ശേരിയും കഴിച്ച് പിന്നെ ഗ്ലാസ് നിറയെ പച്ചമോരും വാങ്ങിച്ച് കഴിച്ച് ഹാപ്പിയായി വയറ് നിറച്ചിട്ട് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി.